ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് ജില്ലയിലെ പല പ്രദേശങ്ങളും സന്ദർശിക്കാനായി പോയിരുന്നു. പ്രധാനമായും മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവരുടെ പുനരധിവാസ മേഖലയായ കൽപ്പറ്റയിലെ സർക്കാർ നിർമ്മിക്കുന്ന വീടുകളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളും കോൺഗ്രസിന്റെ നിർമ്മിക്കുന്ന സ്ഥലം കാണാൻ പറ്റുമെങ്കിൽ അതും കാണുന്നതിന് വേണ്ടിയാണ് പോയിരുന്നത്. ആ പോകുന്ന കാഴ്ചയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു സൈഡിൽ നമുക്ക് പോകുമ്പോൾ ഒരു ആനക്കുഞ്ഞിനെയും രണ്ട് ആനകളെയും ഒക്കെ കാണാൻ കഴിയുന്നു. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നയനങ്ങൾക്ക് അതിമനോഹരമാണ് എന്ന് തോന്നും. പക്ഷേ നമ്മൾ അറിയേണ്ടത് ആ പ്രദേശത്ത് ജീവിക്കുന്ന ആ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം ദുരിതപൂർണമായി മാറുകയാണ് ഈ വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ടൊക്കെ. അപ്പം ഇതിനൊക്കെ കേന്ദ്രത്തിന്റെ വലിയ സഹായത്തോടു കൂടിയാണ്, കേന്ദ്ര നിയമങ്ങളിലൂടെ മാത്രമാണ് ഈ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാറ്റങ്ങളും നിയമനിർമ്മാണങ്ങളും ഒക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് ഉൾപ്പെടെ നടത്താൻ കഴിയുകയുള്ളൂ. ഇത് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ നമ്മളെല്ലാവരും ആ പുതിയ നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടിയുള്ള ആലോചനയും അതോടൊപ്പം തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. വയനാട് അതിമനോഹരമാണ്. ആ പ്രദേശത്ത് വന്യജീവികളും ഇപ്പോൾ അതിമനോഹരമായി വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാടിന്റെ മനോഹാരിതക്കൊപ്പം നമുക്ക് ഈ വന്യജീവികളെയും കാണാൻ കഴിയുമെന്നുള്ളതൊക്കെ നല്ലതാണെങ്കിൽ പോലും ആ നാട്ടിലെ ജനങ്ങൾക്ക് അത് വലിയ നല്ല നയനനേത്രങ്ങൾ കൊണ്ട് കാണുന്ന ആ സുഖകരമായ കാഴ്ചയല്ല അവർക്കുള്ളത്. അവർക്ക് ഭയപ്പാടാണുള്ളത്. അതിന് ഒരു അറുതി വരുത്തുവാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.